ഇന്നൊരു ടിപ്പാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് ഈ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇങ്ങനത്തെ അണ്ടർ സ്കേർട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ട്വിൻ ബേർഡിൻ്റെ അണ്ടർ സ്കേർട്ടാണിത്. ഫിഷ് കട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടതാ ഇങ്ങനെ ഫിഷ് കട്ടിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്. ഭംഗിയേക്കാട്ടിൽ കൂടുതൽ ഷേപ്പിൽ കിടക്കും. നല്ല കംഫർട്ടബിളാണ് ഈ ഫാബ്രിക്. നല്ല സുഖമായിട്ട് നമുക്ക് ഉടുക്കാം. നമുക്ക് നോർമലി കോട്ടൺ അണ്ടർ സ്കേർട്ടൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കെട്ടാനും കെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു പൊങ്ങി നിൽക്കുക അതൊന്നും വരത്തില്ല. ഇതിന് ആകെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത്, ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്കേർട്ട് ഇങ്ങനെ ലെഗിൻ്റെ ആ ഒരു ഇവിടെ ആങ്കിൾ ലെങ്ത്ത് വരെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ താഴേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരി ആണെങ്കിൽ ഫോൾ വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും. എനിക്ക് സാധാരണ കാലിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേകമായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് കാണുന്ന ഒരു അഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ആ സാരി ഫോൾ എപ്പോഴും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അണ്ടർ സ്കേർട്ട് കുറച്ച് ഇങ്ങനെ ആങ്കിളിൽ നിന്നാലും നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു സാരി ഉടുത്താൽ ക്ലിയർ ആയിട്ടിരിക്കും. ഇതിൻ്റെ ഒരു ഗോൾഡനും ബ്ലാക്കുമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. മിക്ക സാരീസിനും അത് മാച്ചായി പോയി, ഗോൾഡനും ബ്ലാക്കും. പിന്നെ എപ്പോഴും സാരിക്ക് കറക്റ്റ് അണ്ടർ സ്കേർട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും അടിപൊളി. കാരണം ആ കറക്റ്റ് കളർ റിഫ്ലക്റ്റ് ചെയ്യണം, സാരിയുടെ കറക്റ്റ് കളർ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും കറക്റ്റായിട്ടുള്ള അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബോഡി പോർഷനിൽ നമുക്ക് ആ ട്രാൻസ്പെറൻസി ഇല്ലല്ലോ. അപ്പോൾ ആ താഴെ ആ കറക്റ്റ് എപ്പോഴും അണ്ടർ സ്കേർട്ട് കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇതിൻ്റെ കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സൈറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് മാത്രം ബ്ലാക്കും ഗോൾഡനും ആഡ് ചെയ്തേക്കാം. കളേഴ്സ് വരുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ, പിന്നീട് വന്ന് പറയുന്നതായിരിക്കും. പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്ത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. ഞാൻ നോർമലി ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ല കംഫർട്ടബിളാണ്, നമുക്ക് സാരി ഉടുത്ത ഫീൽ തോന്നത്തില്ല. ഇത് ബ്ലാക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചെറിയ സ്കേർട്ടാണ്. ചെറിയതെന്ന് വെച്ചാൽ സൈസ് ചെറുതാണ്. സൈസ് വൈസാണ് ഇത് എടുക്കേണ്ടത്. XL, XXL, മീഡിയം, ലാർജ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ലാർജാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഹൈറ്റിന് ലാർജ് കുഴപ്പമില്ല. പിന്നെ വേസ്റ്റ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെച്ചബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്താലും അണ്ടർ സ്കേർട്ട് അങ്ങനത്തെ യൂസ് ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ വേണ്ടവർക്ക് സൈറ്റ് ബുക്ക് ചെയ്യാം. ഇതൊരു ചെറിയ ടിപ്പാണ്. നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ട് ഇനിയും ടിപ്സ് വേണം എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.